നമ്മുടെ അൻവറിൻ്റെ ഈ പത്രസമ്മേളനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു കഥയാണ് നമ്മുടെ പുരാണത്തിലെ ഭസ്മാസുരന് വരം കൊടുക്കുന്ന ഒരു കഥ. നമുക്കറിയാം, മറ്റേ നമ്മുടെ അൻവറിൻ്റെ ഇതുവരെയുള്ള എല്ലാ വൃത്തികേടുകൾക്കും കൊള്ളരുതായ്മയ്ക്കും ഒക്കെ ചുക്കാൻ പിടിച്ച മുഖ്യമന്ത്രിയും CPM-ഉം ഇപ്പം വന്നു പെട്ടിരിക്കുന്ന ദുരവസ്ഥ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭസ്മാസുരന് മറ്റേ വരം കൊടുത്ത ശിവൻ്റെ അവസ്ഥയാണ്. അദ്ദേഹം പിണറായി ശിവനുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് മറ്റേ എന്താണ് പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ പഴഞ്ചൊല്ല് നമ്മളാരും കേട്ടിട്ടില്ല. പാവിയോട് കൂടെ ശിവൻ കൂടിയ ശിവനും പാവിയായിടും എന്നൊരു പഴഞ്ചൊല്ല് ഉണ്ടെന്നാണ് ഇദ്ദേഹം മുമ്പ് പറഞ്ഞിരിക്കുന്നത് EP ജയരാജൻ്റെ കാര്യത്തിൽ. പക്ഷെ അങ്ങനത്തെ ഒരു കഥയോ അല്ലെങ്കിൽ പഴഞ്ചൊല്ലോ ഒന്നും ഒരുമാതിരിപ്പെട്ടവർ നമ്മളാരും കേട്ടിട്ടില്ല. അദ്ദേഹം സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത പഴഞ്ചൊല്ലാണെന്ന് തോന്നുന്നു. എന്നാലും ശിവന് മറ്റേ ഭസ്മാസുരന് വരം കൊടുത്ത ശിവൻ്റെ അവസ്ഥയിലായിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ പിണറായി വിജയൻ. അത് ശിവൻ അതിജീവിച്ച പോലെ ഈ ഭസ്മാസുരനിൽ നിന്ന് പിണറായി വിജയൻ അതിജീവിക്കുമോ അതോ ഭസ്മാസുരനെ വകവരുത്തുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നമുക്ക് ഈ ഒരു പഴഞ്ചൊല്ലിൻ്റെ ബേസിൽ ഈ കാർട്ടൂൺ നമുക്ക് വരയ്ക്കാം. മറ്റേ സിനിമാ രംഗത്തെ മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണക്ക് ഒരു റിപ്പോർട്ടാണ് രാഷ്ട്രീയ രംഗത്തെ അല്ലാണ്ട് CPM-ലെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം അൻവർ അവതരിപ്പിച്ചത്. ഇതിലും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇനിയും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ഏതായാലും ബാക്കിയുടെ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാതോർത്തിരിക്കാം. ഇപ്പോൾ കൂടെ കിടക്കുന്നതിനുള്ള രാപ്പിനെ അറിയൂ എന്ന് പറഞ്ഞ കണക്ക് കുറേ നാൾ എല്ലാ കുതന്ത്രങ്ങൾക്കും കൂട്ടുനിന്ന ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം പറയട്ടെ. കാർട്ടൂൺ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അൻവർ എന്ന ഭസ്മാസുരനാണ്. ഭസ്മാസുരന് വരം കൊടുത്ത ശിവൻ്റെ അവസ്ഥയിലാണ് നമ്മുടെ ഇരട്ടച്ചങ്കൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇരട്ടച്ചങ്കൻ പേടിച്ച് മുള്ളി നിൽക്കുകയാണ്. ഈ പത്രസമ്മേളനം കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഈ കാർട്ടൂണെന്ന് ഇവിടെ പറയുന്നു കാർട്ടൂൺ.